വയനാട് തുരങ്കപാതയ്ക്ക് പച്ചക്കൊടി. സംസ്ഥാനത്തിന്റെ സ്വപ്ന പദ്ധതിയായ വയനാട് തുരങ്കപാതയ്ക്ക് എതിരായ ഹർജി ഹൈക്കോടതി തള്ളി. കേന്ദ്ര സർക്കാർ നൽകിയ പാരിസ്ഥിതിക അനുമതി റദ്ദാക്കണമെന്നായിരുന്നു ആവശ്യം. വയനാട് പ്രകൃതി സംരക്ഷണ സമിതി സമർപ്പിച്ച ഹർജിയാണ് തള്ളിയത്. വിശദമായ പഠനം നടത്തിയാണ് പദ്ധതിക്ക് അനുമതി നൽകിയതെന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നിലപാട് കോടതി അംഗീകരിച്ചു. തുരങ്കപാത നിർമ്മാണവുമായി സംസ്ഥാന സർക്കാരിന് മുന്നോട്ടു പോകാമെന്നും കോടതി വ്യക്തമാക്കി. കഴിഞ്ഞ ആഗസ്റ്റ് 31-നാണ് തുരങ്കപാതയുടെ നിർമ്മാണ ഉദ്ഘാടനം ആനക്കാംപൊയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചത്. ഇതിന് പിന്നാലെ പ്രവൃത്തി ആരംഭിച്ചു. തുരങ്കപാത യാഥാർത്ഥ്യമാകുന്നതോടെ മലബാറിന്റെ ആകെ വികസനത്തിൽ കുതിപ്പുണ്ടാകും. കോഴിക്കോട്ടെ ആനക്കാംപൊയിൽ നിന്ന് 22 കിലോമീറ്റർ കൊണ്ട് വയനാട്ടിലെ മേപ്പാടിയിലെത്താം. 2043 കോടി രൂപയാണ് പ്രതീക്ഷിക്കുന്ന ചിലവ്. 8.11 കിലോമീറ്റർ നീളമുള്ള ഇരട്ട തുരങ്കപാതയിൽ ഉയർന്ന സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ടാകും. തുരങ്കത്തിനുള്ളിൽ തീപിടുത്തമുണ്ടായാൽ അണയ്ക്കാനുള്ള ആധുനിക അഗ്നിശമന സംവിധാനമുണ്ട്. പാതയിലെ ഓരോ ചലനവും നിരീക്ഷിച്ച് 24 മണിക്കൂർ കൺട്രോൾ റൂം പ്രവർത്തിക്കും. ഇതിനായി 100-ലധികം CCTV-കൾ ഉണ്ടാകും. മികച്ച നിലയിലുള്ള ടണൽ റേഡിയോ സിസ്റ്റവും ടെലിഫോൺ സിസ്റ്റവും കൺട്രോൾ റൂമുമായി ബന്ധപ്പെട്ടുണ്ടാകും. ടണൽ വെന്റിലേഷൻ, ശബ്ദ സംവിധാനം, എസ്കേപ്പ് റൂട്ട് ലൈനിംഗ്, ട്രാഫിക് ലൈൻ, എമർജൻസി കൺട്രോൾ സിസ്റ്റം തുടങ്ങിയവയും തുരങ്കപാതയിലുണ്ടാകും. അമിത ഉയരമുള്ള വാഹനങ്ങൾ കണ്ടെത്തി സിഗ്നൽ നൽകും. ഓരോ 300 മീറ്ററിലും ക്രോസ് പാസേജ് ഉണ്ടാകും. ഇരുവഴിഞ്ഞിപ്പുഴയിൽ പാലങ്ങൾക്കും കലുകുകൾക്കും പുറമെ അടിപ്പാതയും സർവീസ് റോഡും ഉണ്ടാകും. പാത യാഥാർത്ഥ്യമാകുന്നതോടെ ആനക്കാംപൊയിൽ നിന്ന് 22 കിലോമീറ്റർ കൊണ്ട് മേപ്പാടിയിലെത്താം. ചുരം യാത്രാ ദുരിതത്തിനും അറുതിയാകും. കേരളത്തിൽ നിന്ന് കർണാടകം, തമിഴ്നാട് സംസ്ഥാനങ്ങളിലേക്കുള്ള യാത്ര സുഗമമാകും.